Good morning. Okay, good morning. Okay, good morning. Sarah, okay, Manita. Okay, Angel. Okay, Resina. Okay, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ റാണി, ഗുഡ് മോർണിംഗ്. റെഡിയാണ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ പറഞ്ഞു നിർത്തി. ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി, ഓർമ്മയുണ്ടാവും? ഇവിടെ വരെയാണ് ഇതാണ് 15th പോയിന്റിന്റെ ബാക്കി പറയുന്നത്. എംപ്ലോയി സേഫ്റ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അല്ലേ? ഏത് സെക്ഷൻ വരെ പറഞ്ഞു നിർത്തി? 15th. ഇതാണ് 15 ആണോ പറഞ്ഞു നിർത്തിയത്? 15 എങ്ങനെയാ വരുന്നത്? എംപ്ലോയി സേഫ്റ്റി അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 36 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, എംപ്ലോയി സേഫ്റ്റി ആണ് നമ്മൾ പറഞ്ഞത്. 36 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. 15 എവിടെ വരുന്നതാ? എംപ്ലോയി ഹെൽത്തിൽ വരുന്നതാണ് കേട്ടോ. എംപ്ലോയി ഹെൽത്തിൽ വരുന്നതാണ്. 11 തൊട്ട് 20 വരെയുള്ള സെക്ഷൻസ് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എംപ്ലോയി സേഫ്റ്റി ആണ്. അപ്പൊ സേഫ്റ്റിയുടെ 36ാമത്തെ സെക്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നിങ്ങൾ വായിക്കാറുണ്ടോ? വായിച്ചു നോക്കുന്നുണ്ടോ? ഡെയിലി വായിക്കണോ കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് ഈ ഓരോ സെക്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട 21 മുതൽ 36 വരെയുള്ള സെക്ഷൻസ് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഓർത്തെടുക്കാം. സെക്ഷൻ 21 എന്തായിരുന്നു? ഫെൻസിങ് ഓഫ് മെഷീൻ ആയിരുന്നു അല്ലെ? ഞാനിത് നിങ്ങളുടെ ഡെയിലി പറയുന്ന വേറൊന്നുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെക്ഷൻ 21 എന്തായിരുന്നു? ഫെൻസിങ് ഓഫ് മെഷീനറി ആണ് കേട്ടോ. ഫെൻസ് ചെയ്യാന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊവൈഡിങ് പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ഫോർ മെഷീൻസ് അല്ലെ? മെഷീൻസിന് പ്രൊട്ടക്റ്റീവ് ബാരിയറുകൾ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 22 എന്തായിരുന്നു? വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ അല്ലെ? ചലിക്കുന്ന യന്ത്രങ്ങള് അല്ലെങ്കിൽ അതിന് സമീപം ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 22 നമ്മൾ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ? വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. ഓക്കെ, സെക്ഷൻ 23 എന്തായിരുന്നു? എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീനറി അല്ലെ? ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീനറികളില് ഈ പറയുന്ന യങ് പേഴ്സൺസ് അല്ലെ, യുവാക്കളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 23 പറയുന്നത്. സെക്ഷൻ 24 എന്തായിരുന്നു? സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ട് പവർ കട്ട് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രൈക്കിംഗ് ഗിയറുകളും ഡിവൈസസുകളും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 25 എന്ന് പറയുമ്പോൾ സെൽഫ് ആക്ടിംഗ് മെഷീൻ ആണ് കേട്ടോ. സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 26 കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി. സെക്ഷൻ 27 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പണർ. സെക്ഷൻ 28 and 29 lift hoist lifting machines and others. Section 30 revolving machinery. Section 31 pressure plant. Section 32 floral stairs and means of access. Section 33 pits, stumps, opening in floors and others. Section 34 excessive weights. Section 35 protection of ice. സെക്ഷൻ 36 നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അവിടെ തൊട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ശ്രദ്ധിക്കാം കേട്ടോ. സെക്ഷൻ 36 പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള വാതകങ്ങള് അല്ലെങ്കിൽ ഫ്യൂംസുകള് മറ്റുള്ളവയ്ക്കെതിരെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 36 എന്ന്
പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വാതകങ്ങള്, അതുപോലെ തന്നെ ഫ്യൂംസുകള്, മറ്റുള്ളവയ്ക്കെതിരെയുള്ള മുൻകരുതലുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 36 പറയുന്നത്. നമ്മൾ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, എ വർക്കർ ഈസ് നോട്ട് പെർമിറ്റഡ് ടു എൻറ്റർ ഇൻ ടു എനി ടാങ്ക്, chamber, where pipe flue or any other restricted place that might contain poisonous fumes that are hazardous for the worker. അതായത് നമ്മൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ അവരെ അപകടത്തിലാക്കുന്ന ഈ പറയുന്ന പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ് അല്ലെ, അതായത് ഈ വിഷപ്പുകയൊക്കെ അടങ്ങിയിട്ടുള്ള ടാങ്കുകള് അല്ലെങ്കിൽ ചേംബറുകള്, വാറ്റ് മീൻസ് ഈ ബാരലുകൾ പോലുള്ള സംഭവങ്ങളാണ് കേട്ടോ, അതുപോലെ പൈപ്പ്, ഫ്ലൂ. അപ്പോ ഇത്തരത്തിലുള്ള നിയന്ത്രിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു കാരണവശാലും വർക്കേഴ്സിനെ പോകാനായിട്ട് അനുവദിക്കുന്നില്ല. മനസ്സിലായോ? കാര്യം അവരുടെ സേഫ്റ്റിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാരെ അപകടത്തിലാക്കുന്ന പോയിസണസ് ഫ്യൂമുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന അല്ലെ, വിഷപ്പുകയൊക്കെ നിറഞ്ഞിരിക്കുന്ന ടാങ്കുകള്, ചേംബറുകള്, ബാരലുകള്, അങ്ങനെയുള്ള നിയന്ത്രിത സ്ഥലങ്ങളിലേക്ക് ഒരു കാരണവശാലും അവരെ പ്രവേശിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഏത് സെക്ഷനാണ്? സെക്ഷൻ 36 പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ് ഓൺലി ഇഫ് ദ manhole is of appropriate circumference and there is a proper entry to it. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ഒരു അപ്രോപ്രിയേറ്റ് സർക്കംഫറൻസോട് കൂടിയിട്ടുള്ള ഒരു മാൻഹോൾ അവിടെ ഉണ്ടായിരിക്കണം. മാൻഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഫ്ലോറിലൊക്കെ ഉണ്ടാകുന്ന ഓപ്പണിങ്സ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ആ മുറിയിൽ എന്തെങ്കിലും വിഷപ്പുക നിറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് പോകാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലോറിൽ തന്നെ ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ഓപ്പണിംഗ് നമ്മൾ ഉണ്ടാക്കുക. ഇതിനെയാണ് ഈ മാൻഹോൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിലേക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യങ്ങളാണ് ഈ മാൻഹോൾ എന്ന് പറയുന്നത്. കാര്യം എന്തെങ്കിലും കാരണവശാൽ അവിടെ എന്തെങ്കിലും വിഷപ്പുക വന്ന് നിറഞ്ഞ് ഒരു കാരണവശാലും ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ കുടുങ്ങി പോകരുത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മാൻഹോളുകൾ, അതായത് അതും അപ്രോപ്രിയേറ്റ് സർക്കംഫറൻസ്, അതായത് ഒരു അനുയോജ്യമായിട്ടുള്ള ചുറ്റളവോട് കൂടി ഒരാൾക്ക് കയറാനായിട്ട് ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു ചുറ്റളവിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫ്ലോറിൽ തന്നെ ഫ്ലോറിലുള്ള ഓപ്പണിംഗ് ആണ്. അതിലൂടെ കടന്നു വേണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പൊ മിക്കവാറും ഇത്തരത്തിലുള്ള മാൻഹോളുകൾ ദാറ്റ് ഈസ് കവേർഡ് വിത്ത് എ ലിഡ്, ഒരു ലിഡ് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോഴും ഇങ്ങനെയുള്ള മാൻഹോളുകൾ എന്ത് ചെയ്യും? കവർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അപ്രോപ്രിയേറ്റ് സർക്കംഫറൻസോട് കൂടിയിട്ടുള്ള മാൻഹോളുകൾ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല അതിലൂടെ ആളുകൾക്ക് പ്രവേശിക്കാനും കഴിയണം. അങ്ങനെയുള്ള മാൻഹോളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കാനായിട്ട് അനുവാദം ഉണ്ടാവും. അല്ലാത്ത പക്ഷം അവിടേക്ക് ഒരു കാരണവശാലും അവരെ അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹി ക്യാൻ ഗോ ഇൻ ടു സച്ച് എ പ്ലേസ് ഓൺലി ഇഫ് ദ manhole is of appropriate circumference and there is a proper entry to it. അത് മാത്രമല്ല, he can go into such a place only when all measures have been employed to remove any fumes present inside the place. അതുകൂടാതെ ആ ഒരു പ്ലേസിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്യൂംസുകളെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രതിരോധ നടപടികളും എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. മാൻഹോൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂംസുകൾ ഉണ്ടെങ്കിൽ, ഇത്തരം പോയിസണസ് ഫ്യൂംസുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷേഴ്സുകളും എടുത്തതിന് ശേഷം മാത്രമേ, എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കൂ. Okay, പിന്നെയോ he should also be equipped with the appropriate breathing equipment, reviving equipment, and the ropes and belts should be kept ready for any crisis. അതുകൂടാതെ അവർക്ക് എന്തുണ്ടായിരിക്കണം? അനുയോജ്യമായിട്ടുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റ്സ് അല്ലെ, ശ്വസന ഉപകരണങ്ങള്, അതുപോലെ പുനരുജ്ജീവന ഉപകരണങ്ങള്, ഇതെല്ലാം തന്നെ അവർക്ക് ലഭ്യമാക്കിയിരിക്കണം. കാര്യം അങ്ങനെ ഒരു പ്ലേസിൽ പോകുമ്പോൾ അവർക്ക് ഒരിക്കലും അപകടം സംഭവിക്കരുത് അല്ലെ. കാരണം ഈ ഫ്യൂംസ് ഒക്കെ നിറയുമ്പോൾ അവർക്ക് ശ്വസിക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ അവർക്കിടെ ബോധം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാലോ.
അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റ്സുകള്, റിവൈവിംഗ് എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ അവർക്ക് ലഭ്യമാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ഏതൊരു പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കയറുകള്, ബെൽറ്റുകള് ഇതെല്ലാം തന്നെ അവർക്ക് സജ്ജമാക്കി കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് റോപ്സ് ആൻഡ് ബെൽറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് റെഡി ഫോർ എനി ക്രൈസിസ്. ക്ലിയർ? പിന്നെ എന്താണ്? The workers should be sincerely taught the use of these equipment and respiration brain-stimulating techniques. അത് മാത്രമല്ല ഈ പറയുന്ന വർക്കേഴ്സിന് ഈ ശ്വസന ഉപകരണങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുത്തിരിക്കുന്നു കേട്ടോ. അവര് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ്? The state government can recommend the circumference of manholes and can also provide any exemptions if desired. അത് മാത്രമല്ല the state ഗവൺമെന്റിന് ഈ മാൻഹോൾസിന്റെ സർക്കംഫറൻസിനെ പറ്റിയിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിക്കും. അതായത് ഇത്തരം മാൻഹോൾസുകളുടെ ചുറ്റളവുകൾ, എത്ര ചുറ്റളവില് മാൻഹോൾസുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഏത് രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഫാക്ടറിയുടെ ഏത് ഭാഗങ്ങളിലാണ് ഒരു മാൻഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു മാൻഹോൾസിന്റെ സർക്കംഫറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിക്കും. അത് സംബന്ധിച്ച് ഇളവുകളും ആർക്ക് അനുവദിക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുവദിക്കാം. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഏറ്റവും സെക്ഷൻ 36 പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസ്, ഫ്യൂംസ് എന്നിവയ്ക്കെതിരെയുള്ള മുൻകരുതലുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 36 എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനക്കാരുടെ അവർക്ക് അപകടത്തിലാക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂംസുകളൊക്കെ അടങ്ങിയിട്ടുള്ള ടാങ്കുകള്, പൈപ്പുകള് അല്ലെങ്കിൽ ചാമ്പറുകള്, ബാരലുകള് ഇതിനകത്തേക്കൊന്നും ഒരു കാരണവശാലും വർക്കേഴ്സിനെ പ്രവേശിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഇനി അവർക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ അനുയോജ്യമായ ചുറ്റളവിലുള്ള ഒരു മാൻഹോൾ അവിടെ ലഭ്യമാക്കിയിരിക്കണം. അത് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പിന്നെ മാത്രമല്ല അത്തരം പ്ലേസുകളില് എന്തെങ്കിലും ഡേഞ്ചറസ് ഫ്യൂംസുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സുകളും എടുത്തതിന് ശേഷം മാത്രമേ അവിടേക്ക് വർക്കേഴ്സിനെ പ്രവേശിപ്പിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള ബ്രീത്തിങ് എക്യുപ്മെന്റ്സുകള്, റിവൈവിംഗ് എക്യുപ്മെന്റ്സുകള്, അതുപോലെ ഏതൊരു ക്രൈസിസ് വന്നാൽ തന്നെ അതിനെ നേരിടുന്നതിനായിട്ടുള്ള ബെൽറ്റുകള്, റോപ്പുകള് ഇതെല്ലാം തന്നെ അവർക്ക് സജ്ജമാക്കി കൊടുക്കണം, അവർക്കത് ലഭ്യമാക്കി കൊടുക്കണം. അത് മാത്രമല്ല ഇത്തരം ശ്വസന ഉപകരണങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള എക്യുപ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു മാൻഹോൾസിന്റെ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം. അതുമായിട്ട് എന്തെങ്കിലും ഇളവുകളും ആർക്ക് തീരുമാനിക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ പറയുന്നത് സെക്ഷൻ 36A ആണ് കേട്ടോ. സെക്ഷൻ 36A ആണ്. ഓക്കെ, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് നോക്കിയേ. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് കേട്ടോ. ഈ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട മുൻകരുതലുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 36A പറയുന്നത് കേട്ടോ. സെക്ഷൻ 36A ആണ് കേട്ടോ, സബ് ഡിവിഷൻ A ആണ്. അപ്പൊ അതിലെന്താണ് പറയുന്നത്? പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്, അതായത് പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട മുൻകരുതലുകളാണ് സെക്ഷൻ 36A പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് or any other such electric appliance using voltage more than 24 volts must not be allowed inside any confined space, tank, pipe, chamber,
വാറ്റ് ഓഫ് ഫ്ലൂ. അതായത് 24 വോൾട്ടിലും 24 വോൾട്ടില് കൂടുതലുള്ള ഇലക്ട്രിക് അപ്ലയൻസുകൾ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ലൈറ്റുകളോ മറ്റ് ഇലക്ട്രിക് അപ്ലയൻസസുകളോ ഒരു കാരണവശാലും ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ്, കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്, ദാറ്റ് മീൻസ് വളരെ പരിമിതമായിട്ടുള്ള ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്ക്, ബാരല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും 24 വോൾട്ടേജിൽ കൂടുതലുള്ള ഇലക്ട്രിക് ലൈറ്റുകളോ ഇലക്ട്രിക് അപ്ലയൻസസുകളോ ഉപയോഗിക്കാനായിട്ട് അനുവാദമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 36A. ഓക്കെ, എന്താണ് നോക്കാം. If such a space contains any combustible dust, gas or fumes, only flame-proof lamps can be used inside it. അതായത് അത്തരം സ്പേസിൽ ഇപ്പൊ പെട്ടെന്ന് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഡസ്റ്റുകളോ ഗ്യാസസുകളോ ഫ്യൂംസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലോഷൻ ഫ്രീ ആയിട്ടുള്ള ലാമ്പുകൾ, ഫ്ലെയിം പ്രൂഫ് ലാമ്പ് എന്ന് വെച്ചാൽ എക്സ്പ്ലോഷൻ ഫ്രീ ആയിട്ടുള്ള ലാമ്പുകൾ മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് അനുവാദം. ഓക്കെ, കാര്യം ഈ വോൾട്ടേജ് കുടുംബത്തിന് അടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കൺഫൈൻഡ് എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ ചാമ്പറുകള്, അല്ലെങ്കിൽ ഈ വാറ്റ് പോലെ, ദാറ്റ് മീൻസ് ബാരല് പോലെയുള്ള അത്തരം ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ 24 വോൾട്ടേജിൽ കൂടുതലുള്ള പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്പാർക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അത്തരം സ്പേസിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഗ്യാസോ ഫ്യൂംസോ ഡസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടായാൽ തന്നെ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് എന്തിനെ ബാധിക്കും? എംപ്ലോയീസിന്റെ സേഫ്റ്റിനെ ബാധിക്കും, അല്ലെ? അതുകൊണ്ടാണ് അത് പ്രത്യേകം അവിടെ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള ലാമ്പുകൾ മാത്രമേ അവിടെ ഉപയോഗിക്കാനായിട്ട് അനുവാദം നൽകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് സെക്ഷൻ 36 എനിക്കത് പറയുന്നത്. ഓക്കെ ആണോ? സെക്ഷൻ 36 ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം നമുക്ക് സെക്ഷൻ 37. എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ഡസ്റ്റ്, ഗ്യാസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 37 എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. ഇതാണ് സെക്ഷൻ 37. അതായത് പെട്ടെന്ന് എക്സ്പ്ലോഡ് ആവാനായിട്ട്, ദാറ്റ് മീൻസ് സ്ഫോടനം ഉണ്ടാകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള, അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഡസ്റ്റ്, ഗ്യാസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 37 പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇൻ കേസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് that emit out combustible dust, fumes, vapors or gas, all preventive measures are needed to be avoid explosion by എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഡസ്റ്റുകൾ, അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഡസ്റ്റ്, ഫ്യൂംസ്, വേപ്പേഴ്സ്, ഗ്യാസ് ഇതിനെയെല്ലാം എമിറ്റ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും, ഫാക്ടറിയിൽ ധാരാളം പ്രൊഡക്ഷനും മറ്റും നടക്കുന്നുണ്ട്. അപ്പോ അത്തരം പ്രൊഡക്ഷൻ പ്രോസസ്, പ്രത്യേകിച്ച് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഡസ്റ്റും ഫ്യൂംസും വേപ്പേഴ്സും ഗ്യാസും ഒക്കെ എമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രിവെന്റീവ് മെഷേഴ്സുകൾ എടുത്തിരിക്കണം. എങ്ങനെയൊക്കെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് എടുക്കേണ്ടത്? 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ. എന്താണ് ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ കേട്ടോ. അതായത് ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറീസ് കേട്ടോ. എല്ലാ മെഷീനറീസുകളും നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കും കേട്ടോ. എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മെഷീനറീസും എക്യുപ്മെന്റ്സുകളും എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിരിക്കണം. രണ്ടാമത്തത്, ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിംഗ് ദ കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂം, വേപ്പർ ഓർ ഗ്യാസ്. ഇനി ഇങ്ങനെ വരുന്ന ഈ പറയുന്ന ഡസ്റ്റുകള്, ഫ്യൂംസുകള്, വേപ്പറുകള്, ഗ്യാസുകള് അത് അക്യൂമുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അതായത് ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഡസ്റ്റുകളും ഫ്യൂംസുകളും വേപ്പറുകളും ഗ്യാസുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കുഞ്ഞു കൂടുന്നത് അനുവദിക്കരുത്. അങ്ങനെ വരുമ്പോൾ അതിന് ഉടനെ തന്നെ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? പ്രൊഹിബിറ്റിംഗ് ദ കവറിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പ്ലോസീവ്. ഏത് തരത്തിലുള്ള എക്സ്പ്ലോഷൻസിനെയും
പ്രിവെന്റ് ചെയ്തിരിക്കണം. ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും സ്പാർക്കോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയ സ്മോക്കിംഗ് പോലെയുള്ള എക്സ്പ്ലോഷന് സാധ്യതയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കണം, നിരോധിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എന്തിന് പറയുന്നത്, സെക്ഷൻ 37 പറയുന്നത് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. അവിടെ സെക്ഷൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. സെക്ഷൻ 38 ആണ് കേട്ടോ. സെക്ഷൻ അവിടെ എഴുതിയിട്ടില്ല, സെക്ഷൻ 38 ആണ് കേട്ടോ. എഴുതി ചേർക്കണേ. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ, തീപിടുത്തം ഉണ്ടായാൽ എടുക്കേണ്ട മുൻകരുതലുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് 38-നകത്ത് പറയുന്നത് കേട്ടോ. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ, അതായത് തീപിടുത്തം ഉണ്ടായാൽ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയിട്ടാണ് സെക്ഷൻ 38-നകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അത് വായിക്കാം. Every factory needs to be adequately equipped to save its employees in the situation of fire. അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തില് എംപ്ലോയീസിനെ സേവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ഫാക്ടറിയിലും ഉണ്ടായിരിക്കണം. ക്ലിയർ? എവറി ഫാക്ടറി നീഡ്സ് ടു ബി ആഡിക്വേറ്റ്ലി എക്യുപ്ഡ് ടു സേവ് ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ദ സിറ്റുവേഷൻ ഓഫ് ഫയർ. അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില് ജീവനക്കാരെ സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എവിടെ ഉണ്ടായിരിക്കണം? ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുകൂടാതെ the fire exit should be locked or shut in such a manner that they can be opened with the slightest effort from inside and opened towards outside except in cases of sliding doors. അതുപോലെ ഫയർ എക്സിറ്റുകൾ എല്ലാ റൂമുകളിലും ഉണ്ടായിരിക്കണം. ഫയർ എക്സിറ്റുകൾ എപ്പോഴും എങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം? എങ്ങനെ ലോക്ക് ചെയ്യണം? they can be opened with the slightest effort from inside. നമുക്ക് അകത്തുനിന്ന് തന്നെ ഒരു മിനിമം എഫർട്ടിൽ തുറക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ഫയർ എക്സിറ്റുകൾ അടയ്ക്കേണ്ടത്. അതായത് എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ ഓടിച്ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ ഈ സംഭവം തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം. അപ്പൊ നമ്മൾ അകത്ത് നിന്ന് തന്നെ ഒരു മിനിമം എഫർട്ടിൽ നമുക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഫയർ എക്സിറ്റുകൾ നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ഓപ്പൺ ടുവേർഡ്സ് ഔട്ട്സൈഡ് ആക്സെപ്റ്റ് ഇൻ കേസസ് ഓഫ് സ്ലൈഡിംഗ് ഡോർ. സ്ലൈഡിംഗ് ഡോറുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾക്ക് പകരമായിട്ട് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡോറുകളാണ് ഒരു ഫയർ എക്സിറ്റിന് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാണ്ട് എങ്ങനത്തെ എല്ലാം സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറുകളല്ലാതെ, സ്ലൈഡിംഗ് ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന ഡോറുകളല്ല, പകരം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് ഓപ്പൺ ടുവേർഡ്സ് ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അത് അകത്ത് നിന്ന് വളരെ മിനിമം എഫർട്ടിൽ നമുക്ക് തുറക്കാനും സാധിക്കണം. ഓക്കെ, ഇനി എന്താണ്? The fire exit must be clearly indicated in a language that can be understood by all workers. അതുപോലെ ഫയർ എക്സിറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കേഴ്സിനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഫയർ എക്സിറ്റുകൾ നമ്മൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. എവിടെയൊക്കെയാണ് ഫയർ എക്സിറ്റുകൾ ഉള്ളത് അവിടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം? എഴുതിയിട്ടുണ്ടായിരിക്കണം. എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ലാംഗ്വേജിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. There should be provision for loud and clear ways of warning workers in case of fire. അതുപോലെ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില് ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള അലാം സംവിധാനങ്ങൾ, അതായത് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള അലാം സംവിധാനങ്ങളും വാണിംഗ് സംവിധാനങ്ങളും എവിടെ ഉണ്ടായിരിക്കണം? ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, there should be provision for the loud and clear ways of warning workers in case of fire. തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില് എന്താണ്? അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാണിംഗ് സംവിധാനങ്ങൾ, അലാം സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ഇത്രയും മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഏതൊരു ഫാക്ടറിയിലും തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജീവനക്കാരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏതൊരു ഫാക്ടറിയിലും ഉണ്ടായിരിക്കണം. അതുപോലെ ഫയർ എക്സിറ്റുകൾ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം. അതും എങ്ങനെ ലോക്ക് ചെയ്തിരിക്കണം? അകത്തു നിന്ന് തന്നെ നമുക്കൊരു മിനിമം എഫർട്ടിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഫയർ എക്സിറ്റുകൾ നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് പുറത്തേക്ക് സ്ലൈഡിംഗ് ഡോറുകളല്ല, പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫയർ എക്സിറ്റുകൾ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഫയർ എക്സിറ്റുകൾ എവിടെയാണെന്നുള്ളത് ഓരോ വർക്കേഴ്സിനും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ
ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ട് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാർണിംഗ് സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 38 ആണ് കേട്ടോ. ഇനി നോക്കുക, എവരി റൂം ഓഫ് ദ ഫാക്ടറി മസ്റ്റ് കണ്ടെയ്ൻ any free passageway to the fire exit that is conveniently accessible to everyone. അതുകൂടാതെ ആ ഒരു ഫാക്ടറിയിലെ എല്ലാ റൂമിലും എല്ലാ വർക്കേഴ്സിനും ഈസിലി വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഫയർ എക്സിറ്റിലേക്ക് ഒരു സ്വതന്ത്ര പാത അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, എവരി റൂം ഓഫ് ദ ഫാക്ടറി മസ്റ്റ് കണ്ടെയ്ൻ എ ഫ്രീ പാസേജ് വേ ടു ദ ഫയർ എക്സിറ്റ് that is conveniently accessible to every worker. അതായത് ഓരോ വർക്കറിനും ഏറ്റവും ആക്സസിബിൾ ആവുന്ന രീതിയിൽ, സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഫയർ എക്സിറ്റിലേക്ക് എല്ലാ റൂമുകളിൽ നിന്നും എന്തുണ്ടായിരിക്കണം? ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വഴി അവിടെ ഉണ്ടായിരിക്കണം. ഏത് റൂമിൽ നിന്നാണെങ്കിൽ ഫയർ എക്സിറ്റിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പാസേജ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല, the state government should make clear-cut rules recommending the ways of escaping fire. അതുപോലെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള റൂൾസുകൾ ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് വെക്കാവുന്നതാണ് കേട്ടോ. അതായത് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലിയർ കട്ട് റൂൾസുകൾ ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, the chief inspector has the authority to recommend detailed measures that can be taken in relation with the act and the regulations set by the state government. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന റെഗുലേഷൻസിനും ഫാക്ടറി ആക്ടിനനുസരിച്ചും ഈ പറയുന്ന എല്ലാ മെഷേഴ്സുകളും എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറിക്ക് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് മുന്നോട്ട് വയ്ക്കാം. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾക്കും അതുപോലെ നമ്മുടെ ഫാക്ടറീസ് ആക്ട് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫാക്ടറി ആക്ടിനനുസരിച്ചും കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ എടുക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. ഓക്കെ, the inspector also has the power to add new provisions of escape to the existing ones if he does not find the existing provisions adequate and put the new ones in writing. അതുകൂടാതെ നമ്മൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പുതിയ പ്രൊവിഷൻസുകൾ അതിലേക്ക് ആഡ് ചെയ്യാനും അത് രേഖാമൂലം നിർദ്ദേശിക്കാനും ആർക്ക് അധികാരമുണ്ട്? ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. അതായത് ഫാക്ടറിയുടെ ചീഫ് ഇൻസ്പെക്ടർക്ക്. നിലവിലുള്ള വ്യവസ്ഥകളിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, പോരായ്മകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല പ്രൊവിഷൻസുകൾ അതിലേക്ക് ആഡ് ചെയ്യാനും അതുമൂലം അത് രേഖാമൂലം നിർദ്ദേശിക്കാനും, അതായത് ഫോർമലി അത് രേഖാമൂലം നിർദ്ദേശിക്കാനും ആർക്ക് അധികാരമുണ്ട്? ആർക്ക് റൈറ്റ് ഉണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ സെക്ഷൻ ക്ലിയർ ആണോ? 38. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ, സെക്ഷൻ 39 വരുന്നത് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി ആണ് കേട്ടോ. എന്താണ് സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി കേട്ടോ. അതായത് ഈ തകരാറുകളുള്ള ഭാഗങ്ങൾ, എന്തിന്റെ തകരാറുകളുള്ള ഭാഗങ്ങളാണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന മെഷീനറീസുകള്, എക്യുപ്മെന്റ്സുകള്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകള്, ഇതിനകത്തൊക്കെ വരുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഡിഫക്റ്റീവ് പാർട്സുകളെയൊക്കെ തിരിച്ചറിയാം. അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി, അതിന്റെ സ്ഥിരത പരിശോധിക്കാം. അതായത് ഈ പറയുന്ന മെഷീനറികളുടെയും എക്യുപ്മെന്റിന്റെ ഒക്കെ ആ ഒരു റിലയബിലിറ്റി അതിന്റെ ആ ഒരു അതിന്റെ ഒരു പ്രവർത്തനം, അതിന്റെ ഒരു സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ പരിശോധന. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 39 പറയുന്നത് കേട്ടോ. സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി കേട്ടോ. തകരാറുകളുള്ള ഭാഗങ്ങൾ, ഡിഫക്റ്റീവ് പാർട്സുകൾ തിരിച്ചറിയുകയും സ്റ്റെബിലിറ്റി ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 39. ഓക്കെ, അപ്പൊ വായിക്കാം. The factory inspector might need a detailed description of the faulty parts or test of stability, and in this regard might ask the manager to produce details, drawings and other important documents, or might opt for some specific test conducted in a specific way.
ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് the factory inspector might need a detailed description of the faulty parts or test of stability. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഫാക്ടറി ഇൻസ്പെക്ടർക്ക് ഈ ഫോൾട്ടി പാർട്സ് ഓഫ് മെഷീനറീസ്, എന്തെങ്കിലും മെഷീനറീസിന്റെയോ എക്യുപ്മെന്റ്സുകളുടെയോ ഡിഫക്റ്റ് സംഭവിച്ചിട്ടുള്ള, കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഭാഗങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ഒരു ഫാക്ടറി ഇൻസ്പെക്ടർക്ക് ആവശ്യപ്പെടാം. അത് മാത്രമല്ല, അവർക്ക് ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി ഒക്കെ ആവശ്യപ്പെടാം. അതായത് അതിന്റെ ടെസ്റ്റിങ്ങും അതിന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾക്കൊക്കെ ആർക്ക് നിർദ്ദേശിക്കാം? ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് അതിനു വേണ്ടി ആവശ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് റിഗാർഡ് മൈ ടാസ്ക് ദ മാനേജർ ടു പ്രൊഡ്യൂസ് ഡീറ്റെയിൽസ്, ഡ്രോയിങ്സ് ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചീഫ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? മാനേജറോട് ആവശ്യപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസുകള്, ഡ്രോയിങ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സുകൾ എല്ലാം തന്നെ ഈ പറയുന്ന എന്ത് ചെയ്യാം? ചീഫ് ഇൻസ്പെക്ടർക്ക് മാനേജറിനോട് ആവശ്യപ്പെടാം. ഓർ മൈറ്റ് ഓപ്റ്റ് ഫോർ സം സ്പെസിഫിക് ടെസ്റ്റ് കണ്ടക്ടഡ് ഇൻ എ സ്പെസിഫിക് വേ. അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ടെസ്റ്റുകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? തെരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ശ്രദ്ധിക്കാം, സെക്ഷൻ 39 പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചറിയുകയും അതുപോലെ മെഷീനറീസുകളുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ്. അതനുസരിച്ച് ഒരു ഫാക്ടറി ഇൻസ്പെക്ടർക്ക് ഡിഫക്റ്റീവ് പാർട്സ്, അതായത് ഇപ്പൊ മെഷീനറീസിന്റെയോ എക്യുപ്മെന്റ്സുകളുടെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ ഡിഫക്റ്റീവ് പാർട്ടുകളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ആവശ്യപ്പെടാം. അതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകളും അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവർക്ക് മാനേജറോട് അതിന്റെ ഡീറ്റെയിൽസും ഡ്രോയിങ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ അതിന് ചോദിക്കാം. അതായത് ഇൻസ്പെക്ടർക്ക് മാനേജറിനോട് അതിനു വേണ്ടി ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പരിശോധനകൾ നിർദ്ദേശിക്കാനും ആർക്ക് കഴിയും? ഈ പറയുന്ന ഫാക്ടറി ഇൻസ്പെക്ടർക്ക് കഴിയും. അല്ലെങ്കിൽ അതിന് അനുവാദമുണ്ട്. ഓക്കെ, ഇതാണ് സെക്ഷൻ 39 പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവിടെ വരെയുള്ള സെക്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചേ. നമ്മൾ ഇന്ന് പറഞ്ഞത് 36 തൊട്ടാണ് കേട്ടോ. 36, 36A, 37, 38, 39 വരെയുള്ള സെക്ഷൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോ പറയാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കി അല്ലെ? ക്ലിയർ ആയോ? അത്രയും സെക്ഷൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവായികയുണ്ടോ? ഏതെങ്കിലും ഭാഗങ്ങൾ വായിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം കേട്ടോ. നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 40 ആണ് കേട്ടോ. സെക്ഷൻ 40. സെക്ഷൻ 40 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. ബിൽഡിംഗ്സിന്റെ മെഷീൻസുകളുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 40 പറയുന്നത്. എന്താണ്? സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. ഈ പറയുന്ന ബിൽഡിംഗ്സിന്റെയും മെഷീൻസിന്റെയും സുരക്ഷയുമായിട്ട്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 40. ഓക്കെ, അപ്പൊ നമുക്കത് പറയാം. In case the inspector observes that any building or a part of it or a plant or machinery of the factory in any manner is not safe for the employees,
to use or venture, he can instruct the owner or manager in writing to take up measures to repair it within the stipulated time period. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഇപ്പോ ഒരു ഫാക്ടറി നമ്മുടെ ഇപ്പൊ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഷീനുകളോ പ്ലാന്റുകളോ അത് ഈ പറയുന്ന ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നടത്താനായിട്ട് സുരക്ഷിതമല്ല എന്ന് ഇൻസ്പെക്ടർ കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടാവാമല്ലോ ഇൻഡസ്ട്രിയിൽ. ചിലപ്പോ എന്തെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും പോകാനായ വല്ല കെട്ടിടങ്ങളോ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ ആ ഫാക്ടറിയിലെ വല്ല പ്ലാന്റുകളോ മെഷീനറികളോ അത് ജീവനക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാല് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ചീഫ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഓണറിനോടോ അല്ലെങ്കിൽ മാനേജറിനോടോ ആർക്ക് ആവശ്യപ്പെടാം? ഇൻസ്പെക്ടർക്ക് ആവശ്യപ്പെടാം. അതാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായല്ലോ? അതായത് ഒരു ഇൻഡസ്ട്രിയില് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഏതെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ മെഷീനറികളോ അത് ജീവനക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഓണറിനോടോ അല്ലെങ്കിൽ മാനേജറോടോ ആവശ്യപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ആവശ്യപ്പെടില്ല, നിർദ്ദേശിക്കാം, അവരോട് അതിനു വേണ്ടി നിർദ്ദേശിക്കാവുന്നതാണ്. അത് മാത്രമല്ല, he can also ban the use of the building or a part of it in any manner or a plant or machinery of the factory if it is life threatening until it is satisfactorily repaired or restored. അപ്പോ ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അത് നന്നാക്കുന്നത് വരെ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നത് വരെ അത് ജീവന് ഭീഷണി ഉയർത്തുന്നതാണെങ്കിൽ അതിന്റെ ഉപയോഗം നിരോധിക്കാനുള്ള ഒരു റൈറ്റ് കൂടെ ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട്. നമ്മളത് റിപ്പയർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. റിപ്പയർ ചെയ്യുന്നത് വരെ അത് അത്രയും ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അവിടെ അതിന്റെ ഉപയോഗം നിരോധിക്കാം, കംപ്ലീറ്റ് ബാൻ ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഓക്കെ, ഇനി if the inspector finds any building or a part of building in such a condition that it cannot be satisfactorily repaired and can be harmful to the well-being of the workers, he can instruct the owner or manager in writing to take up specified measures before the stipulated time period. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ഇൻസ്പെക്ടർക്ക് ഏതെങ്കിലും ബിൽഡിങ്ങുകള് അല്ലെങ്കിൽ മെഷീനറികൾ അത് സുരക്ഷിതമല്ല, ജീവനക്കാർക്ക് അത് ഉപയോഗിക്കാൻ സുരക്ഷിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ജീവനക്കാർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഓണറിനോടോ മാനേജറിനോടോ രേഖാമൂലം തന്നെ ആർക്ക് നിർദ്ദേശിക്കാം? ചീഫ് ഇൻസ്പെക്ടർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഓക്കെ, അതാണ് സെക്ഷൻ 40 പറയുന്നത് കേട്ടോ. സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്, ബിൽഡിംഗ്സിന്റെയും മെഷീൻസിന്റെയും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ ഒരു സെക്ഷൻ? അടുത്തത് കേട്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ, സെക്ഷൻ 41 ആണ്. എന്താണ്? പവർ ടു മേക്ക് ദ റൂൾസ്. പവർ ടു മേക്ക് ദ റൂൾസ്. റൂൾസുകൾ എന്താണ്? ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരം. എന്താണ് അവിടെ പറയുന്നത്? പവർ ടു മേക്ക് റൂൾസ്, റൂൾസുകൾ ഉണ്ടാക്കാനുള്ള അധികാരം. നോക്കുക, the state government has the power to make rules and regulations related to the provisions for new machines and the safety measures of workers employed in those factories. എന്താണ്? The state government has the power to make rules and regulations related to the provisions of new machines and the safety measures of workers employed in those factories. അതായത് നമ്മൾ ഈ പറയുന്ന പുതിയ മെഷീൻസുകളുടെ വ്യവസ്ഥകളുമായിട്ട്, പുതിയ മെഷീനറീസുകൾ വരുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകളും അതുപോലെ ആ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സേഫ്റ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിനുള്ള പവർ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 41. ഓക്കെ, എന്താണ്? പുതിയ മെഷീനറീസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസുകളും ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ
സേഫ്റ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും മുന്നോട്ട് വെക്കാനുള്ള ഒരു പവർ, അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 14. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാട്ടോ, സെക്ഷൻ 41 അനുസരിച്ച് പുതിയ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വം, ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസ് ഒക്കെ മുന്നോട്ട് വെക്കാൻ ആർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മൾ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെക്ഷൻസുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. 21 തുടങ്ങി 41 അവസാനിക്കുന്ന സെക്ഷൻസ് ആണ്. 20ഓളം സെക്ഷൻസുകൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് 11 മുതൽ 20 സെക്ഷൻസ് ആണെങ്കിൽ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് 21 മുതൽ 41 വരെയുള്ള സെക്ഷനാണ്. അപ്പൊ ഓരോ സെക്ഷൻസുകൾ പഠിക്കുമ്പോഴും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ആ രീതിയിൽ വേണം അത് പഠിക്കാനായിട്ട്. സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആക്ട് എന്ന് പറയുമ്പോൾ രണ്ടിനും ബാധകമായിട്ടുള്ള ആക്ട് ഏത് തന്നെയാണ്? ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഇനി പറയാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണ് കേട്ടോ. ഒരു ജോലി സ്ഥലത്ത് നമ്മൾ പഠിച്ചിരുന്നു, ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയി ഹെൽത്തിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നതുപോലെ തന്നെ ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയി സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി ഈസ് ആസ് ഫോളോസ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത് 8 പോയിന്റുകളാണ്. എത്ര പോയിന്റ്? 8 പോയിന്റുകൾ കേട്ടോ. ജസ്റ്റ് പോയിന്റുകൾ നമുക്ക് ആദ്യം വായിക്കാം. അവോയ്ഡിങ് ആക്സിഡൻസ്. ആക്സിഡൻസുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. ആക്സിഡൻസുകൾ ഒഴിവാക്കല്. രണ്ടാമത്തത് മിനിമൈസസ് കോസ്റ്റ്, ചെലവ് കുറയ്ക്കല്. പിന്നെ ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ, അതായത് എംപ്ലോയിയുടെ സംതൃപ്തി. ഡിവോഷൻ, ഡിവോഷൻ മീൻസ് എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന ഭക്തി എന്നുള്ള അർത്ഥമല്ല, കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ. എംപ്ലോയീസിന് ആ സ്ഥാപനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിബദ്ധത എന്നൊക്കെ നമ്മൾ പറയില്ലേ, കമ്മിറ്റ്മെന്റ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ വരുന്നത് ലീഗൽ കംപ്ലൈൻസ് ആണ്. ലീഗൽ കംപ്ലൈൻസ് മീൻസ് നിയമപരമായിട്ട് അനുസരിക്കാൻ, അതായത് നിയമവിധേയമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ വരുന്നത് ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യാവസായിക ബന്ധങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ്? ഫോർമലൈസിംഗ് ദി സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാംസ് കേട്ടോ. ഈ പറയുന്ന സേഫ്റ്റി പ്രോസസ്സുകളും പ്രോഗ്രാംസുകളും കുറെ കൂടെ നമുക്ക് ഔപചാരികമാക്കി മാറ്റാൻ പറ്റും. കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ്? ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി അല്ലെ, ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? ബൂസ്റ്റ് എംപ്ലോയി മൊറാലി അല്ലെ, അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം, അവരുടെ കോൺഫിഡൻസിനത് എന്ത് ചെയ്യുന്നു? ബൂസ്റ്റപ്പ് ചെയ്യുന്നു അല്ലെ, വർദ്ധിപ്പിക്കുന്നു. ഇത്രയുമാണ് നമ്മൾക്ക് അവിടെ പഠിക്കേണ്ട പോയിന്റുകൾ കേട്ടോ. അപ്പൊ ഒരു വർക്ക് പ്ലേസിലെ എംപ്ലോയി സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അവോയ്ഡിങ് ആക്സിഡൻസ് അല്ലെ, അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിമിനിഷ് the chances of accident as it installs the required safety devices accurately and informs the employees regarding crucial safety aspects. അതായത് നമുക്ക് എന്താ പറയുന്നത്? ഈ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത് അത് അപകട സാധ്യതകളെ ഒരുപാട് കുറയ്ക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എത്രത്തോളം സേഫ് ആയിട്ടുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നോ അത്രത്തോളം അപകടങ്ങൾ അവിടെ കുറവായിരിക്കും. കാര്യം എന്താണ്? അവിടെ എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ സേഫ്റ്റി ഡിവൈസസുകളും അവിടെ കൃത്യമായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും.
അത് മാത്രമല്ല ജീവനക്കാരുടെ സേഫ്റ്റി ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, എംപ്ലോയീസ് അത്രയും സേഫ് ആയിരിക്കും. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സിഡന്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ, അപകടങ്ങൾ നമുക്ക് അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിമിനിഷസ് the chances of accidents as it installs the required safety devices accurately and informs the employees regarding crucial safety aspects. Okay. രണ്ടാമത്തത് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, മിനിമൈസസ് കോസ്റ്റ്. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ, ചെലവ് കുറയ്ക്കാൻ പറ്റുമോ, അത് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. ഇപ്പൊ നമ്മൾ ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ എംപ്ലോയീസിന് അപകടങ്ങൾ ഉണ്ടാവും അല്ലെ. അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ ചെലവ് വർദ്ധിക്കും. അതേസമയം നമ്മൾ എംപ്ലോയീസ് എത്രയും സേഫ് ആവുന്നോ അത്രത്തോളം നമുക്ക് അവിടെ ചെലവ് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. It initially diminishes and finally prevents all the indirect expenditure the organization incurs because of the industrial accidents. അതായത് നമ്മളൊരു എംപ്ലോയി സേഫ്റ്റി കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഇത് ഇനീഷ്യലി ഡിമിനിഷൻ, എന്ത് ഡിമിനിഷ് ചെയ്യും, അപകടങ്ങൾ ആദ്യം അത് കുറയ്ക്കും. അവസാനം എന്താണ്, വ്യാവസായിക അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ആ ഒരു ചെലവുകള് അത് തടയുകയും ചെയ്യും അല്ലെ. വ്യാവസായിക അപകടങ്ങൾ, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്സ് മൂലം ഉണ്ടാകുന്ന എല്ലാ ആ ഒരു ചെലവുകളെ നമുക്ക് അതിലൂടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് കോസ്റ്റ് സച്ച് as financial compensation to the injured or the deceased family and indirect cost such as expense incurred in treatment of the injured employees minimized. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളും വരും, നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള, ചിലപ്പോൾ മരണം സംഭവിക്കുന്ന ഒരു മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗത്തിന് ഒരു പക്ഷെ നഷ്ടപരിഹാരം പോലെയുള്ള നേരിട്ടുള്ള ചെലവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതല്ല, പരിക്ക് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റി വന്നു പോയി കഴിഞ്ഞാല് അവരെ ചികിത്സയ്ക്കുള്ള അത്തരത്തിലുള്ള പരോക്ഷ ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ചെലവ് കുറയ്ക്കാൻ പറ്റും. കാര്യം അത്രയും സേഫ് ആണോ അവിടെ അപകടങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതുമൂലം വരുന്ന ചെലവുകളും അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. അതുപോലെ നമുക്ക് ജീവനക്കാരുടെ ഒരു സംതൃപ്തി നമുക്ക് കുറേ കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ ജീവനക്കാർക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള ആ ഒരു ഡിവോഷൻ, ഒരു ഭക്തി മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ്, അത് കുറേ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ്, ഇപ്പൊ ഒരു സ്ഥാപനം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ ജീവനക്കാർ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ വളരെയധികം സംതൃപ്തരായിരിക്കും, അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ആരോടുണ്ടാവും, ആ ഒരു സ്ഥാപനത്തോട് അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കൊരു സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടം ഉണ്ടാവുമോ, ഇല്ല. അപ്പൊ എല്ലാ തരത്തിലുള്ള ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്ന ഒരു ജോലി അന്തരീക്ഷമാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനത്തിനോട് നമുക്ക് വലിയൊരു ബഹുമാനം ഉണ്ടാവും, അതിനോടൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. When employees feel safe in their work environment, they feel a sense of motivation and contentment അല്ലെ. അതായത് ഇത് തന്നെയുള്ളൂ, അതായത് വർക്ക് എൻവയോൺമെന്റിൽ അവർക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആവും, അവർക്ക് കുറെ കൂടെ സംതൃപ്തി ഉണ്ടായിരിക്കും അല്ലെ. അത് മാത്രമല്ല, they expect their employees to bestow them with a safe and secure workplace. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എംപ്ലോയേഴ്സിനോട് കുറെ കൂടെ നല്ല രീതിയിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കാനായിട്ട് അത് എംപ്ലോയേഴ്സിനെ, തൊഴിലുടമകളെയും അതെപ്പോഴും പ്രേരിപ്പിക്കും. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. അതായത് എംപ്ലോയേഴ്സ് നല്ലൊരു വർക്ക്, ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കുന്നു, അതിനനുസരിച്ച് എംപ്ലോയേഴ്സ് ആ ഒരു കമ്മിറ്റ്മെന്റ് ഓർഗനൈസേഷനോട് കാണിക്കും. അത് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയേഴ്സിനാണെങ്കിലും കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കാനായിട്ട് അവർക്കും അതൊരു എന്താണ്, ഒരു പ്രചോദനം ഉണ്ടാകും അല്ലെ. അപ്പോ when their expectations are properly met, they feel motivated and contented. Content means confident എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോ ജീവനക്കാരുടെ ആ ഒരു എക്സ്പെക്ടേഷൻസ് അവിടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആവും, അവർ കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്. ഇതാണ് ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. ഓക്കെ,
മനസ്സിലാകുന്നുണ്ടോ പോയിന്റുകള്? ഓക്കെ അല്ലേ എല്ലാതും? നെക്സ്റ്റ് വരുന്നതാണ് ലീഗൽ കംപ്ലയൻസ് ആണ് കേട്ടോ. അതായത് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് എംപ്ലോയി സേഫ്റ്റി കൺഫോംസ് ടു ഓൾ ദ ലോസ് ഗവേണിംഗ് ദ സെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക് പ്രിമൈസസ്. അതായത് ഈ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന എല്ലാവിധ നിയന്ത്രണങ്ങൾക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റി ഉറപ്പാക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് നമ്മൾ കണ്ടല്ലോ, കുറെ സെക്ഷൻസുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഒരു വർക്ക് പ്രിമൈസസിൽ ഒരു എംപ്ലോയിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെക്ഷൻസുകളും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ ഒരു നിയന്ത്രണങ്ങൾക്ക്, ആ റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലോസിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും എംപ്ലോയിയുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അപ്പോ എംപ്ലോയി സേഫ്റ്റി ഈസ് എംഫസൈസ്ഡ് in organization in order to keep the employee contented, reduce HR cost and meet legislative needs. അതായത് നമ്മുടെ എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്താനും HR കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ നിയമനിർമ്മാണ ആവശ്യങ്ങളും മറ്റും നിറവേറ്റുന്നതിനുമായിട്ട് നമ്മൾ എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അറിയാമോ, അതുകൊണ്ടാണ് ഇത്രയും ലോസ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടി വന്നത് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ്, എംപ്ലോയിന്റെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്തണം, അതുപോലെ HR കോസ്റ്റ് കുറയ്ക്കണം അല്ലെ. HR കോസ്റ്റ് എങ്ങനെ കുറയ്ക്കും? എംപ്ലോയീസിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസേബിൾമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി തടസ്സപ്പെടും. ജോലി തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ ആളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ HR കോസ്റ്റ് വർദ്ധിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് HR കോസ്റ്റ് കുറയ്ക്കാനും നിയമനിർമ്മാണ ആവശ്യങ്ങളും മറ്റും നിറവേറ്റുന്നതിനും നമ്മൾ എംപ്ലോയി സേഫ്റ്റിക്ക് അത്രയേറെ പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആർ ടേക്കൺ അപ്പ് ബൈ ദ ഓർഗനൈസേഷൻ in order to meet safety requirements mentioned in various employment laws such as Industrial Dispute Act 1947, ESI Act, Employee State Insurance Act 1948, Factories Act 1948, Apprentices Act 1961. അതായത് നമ്മൾ എല്ലാ ഫാക്ടറികളുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് നമ്മുടെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലോകൾക്കും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റി പ്രൊസീജിയറുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വർഷങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഏതാണ് വർഷം? 1947. ഇത് നമ്മൾ പഠിച്ചതാണ്. ഗ്രീവൻസിന്റെ ടോപ്പിക് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ സെക്ഷൻ, നമ്മൾ പറഞ്ഞ ആക്ട് ആയിരുന്നു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ. വ്യാവസായിക തർക്ക നിയമം 1947 അല്ലെ. ഇതിനാണ് വ്യാവസായിക സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അല്ലെ. ESI ആക്ട് 1948 ESI ആക്ട്. ESI ആക്ട് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? വ്യാവസായിക തൊഴിലാളികളെ ഉദ്ദേശിച്ചിട്ടാണ്. വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പരിക്കുകള്, അസുഖങ്ങള്, സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവം, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പണമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. 1948 കേട്ടോ. അത് പണമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയാണ് അത് കേട്ടോ. ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അത് പണം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നാളുകളോളം പഠിച്ച ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ടും 1961 അപ്രന്റീസസ് ആക്ടും. ഈ ആക്ടുകൾ ഇതൊക്കെ എംപ്ലോയ്മെന്റ് ലോസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കാം, എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അതുപോലെ ESI ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948, അപ്രന്റീസസ് ആക്ട് 1960. ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ലോസുകളെ അനുസരിച്ചിട്ട് അത്തരം ലോകളായിട്ട് അതിന്റെ ആവശ്യകതകളെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സേഫ്റ്റി പ്രൊസീജിയറുകൾ എല്ലാം തന്നെ ഫാക്ടറിയിൽ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതി, ഇത്രയും പോയിന്റുകൾ മതി കേട്ടോ. ബാക്കിയുള്ള പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇതുവരെയുള്ള സെക്ഷൻസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ്. വലിയ ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഓരോരോ ടോപ്പിക് ആയിട്ടാണ് പഠിച്ചത്. ആദ്യം നമ്മൾ ഗ്രീവൻസ് പഠിച്ചു. ഓക്കെ, അങ്ങനെ ഓരോരോ ടോപ്പിക്, പിന്നെ ഡിസിപ്ലിൻ പഠിച്ചു, പിന്നെ എംപ്ലോയി ഹെൽത്ത് പഠിച്ചു, എംപ്ലോയി സേഫ്റ്റി പഠിച്ചു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ ടോപ്പിക്സ് അങ്ങനെയാണ് പോകുന്നത്. ഓരോ സെക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോ ഞാൻ വളരെ പതുക്കെ എടുത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ സെക്ഷൻസ് വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസിൽ നമുക്ക് പെട്ടെന്ന് വായിക്കുന്നത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ടാണ് വളരെ പതുക്കെ പോയത് കേട്ടോ. ഓക്കെ, ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതിലൊരിക്കലും നിങ്ങളൊരു മടി വിചാരിക്കരുത്. ക്ലാസ് കേട്ട് മനസ്സിലായാൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ആ ഒരു ടൈം എങ്ങനെ മാനേജ് ചെയ്യാനും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ അല്ലേ എല്ലാവരും? ശരി കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.